പല പ്രാവശ്യവും ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട് എത്ര നന്നായിരുന്നു. പക്ഷെ വന്നവർക്ക് ഇവിടുത്തെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഭംഗി ആസ്വദിച്ച് പോകുന്നവർക്കായിരിക്കും. ഇവിടെ പോയാലും എൻ്റെ കൈ എവിടെയെങ്കിലും എത്തും. ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഈ റൂട്ടാണ് വരാറ്. ഇപ്പം ഇങ്ങനെയൊന്നല്ല. ഇപ്പം റൂട്ടും കാര്യങ്ങളൊക്കെ മാറി അതൊക്കെ റോഡും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് മെച്ചപ്പെട്ടു എന്ന് പറയാം. പണ്ടൊക്കെ നാട്ടുമ്പുറത്തെ ആൾക്കാരായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേരെന്തോന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും മുള്ളുള്ള സാധനമുണ്ടോ? ഞാൻ മുള്ളുള്ളോട്ടല്ലേ പോകുന്നത്. വീടൊക്കെ അപ്പം ഇവിടെ ഞങ്ങൾ വീഡിയോസ് ഇട്ടില്ല. പക്ഷെ ഇവിടെ വീടിനൊന്നും കിട്ടില്ല. ഇവിടെ ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓക്കെ ബൈ. ഇതാണ് ശൈലോഷിൻ്റെ വീട്. അവിടൊക്കെ ചേച്ചി ഒരുപാട് ചെറിയ വീടാണ്. ഇവിടെ ഒരു വേറെ സംഭവം ഞാൻ കാണില്ല. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പം ലിസ്റ്റിന് റൂമും ഓപ്പൺ ചെയ്യാം. ലൈറ്റും കിട്ടിയിട്ടില്ല. ഇലക്ട്രിക് ഓഫാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചേച്ചി, ഹസ്ബൻഡ്, മോന്, മോള്. ഓക്കെ, മോളാണ് എനിക്ക് വീഡിയോസൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന കിച്ചണാണ്. കിച്ചണിലേക്ക് തന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. കിച്ചണ് പുറത്തൊരു വാഷ് ബേസ്. ഓക്കെ, ജസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും മുകളിലാണ് ഉള്ളത്. പിള്ളേർക്ക് ഞങ്ങൾ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ്. പുറത്തേക്ക് പോകാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ കാണുന്നത് ചേച്ചി മേലെ കണ്ടിട്ട് പോകുന്ന ഡ്രസ്സൊക്കെ വെച്ചിരിക്കുകയാണ്. കാണുന്ന ഊഞ്ഞാലാണ്. ചുമ്മാ ടൈം പാസിനൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണാനൊക്കെ. പക്ഷെ ആരും ഇതിനകത്ത് ഇരിക്കുന്നില്ലല്ലോ. പിന്നെ വരുന്നത് ശ്രീകൃഷ്ണനാണ്. പിന്നെ കാണുന്നത് അത് നമ്മുടെ ചേച്ചിയുടെ റൂമാണ്. ഇവിടെ ചേച്ചി കിടക്കുന്നത്. പിന്നെ ചേച്ചി തയ്യലൊക്കെ അത്യാവശ്യം അറിയുന്ന ആളായതുകൊണ്ട് നല്ല ചെയ്യും. പിന്നെ പറഞ്ഞാൽ ഇവിടുന്ന് ഹൈലൈറ്റ് നമുക്ക് പുഴ കാണാം, സൺസെറ്റ് നന്നായിട്ട് കാണാം. ഈ റൂമിൽ നോക്കിയാൽ നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് സൺസെറ്റ് കാണാം. അതാണ് പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അടുത്ത റൂം ചെറിയ റൂമെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമൊക്കെയാണ്. ഇതാണ് മോള് കിടക്കുന്ന റൂം കേട്ടോ. ഈ ഒരു ഭാഗം. അപ്പം പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് വരുന്നത്. കോമൺ ആയിട്ടൊരു ബാത്റൂമാണ്. ഇതിൻ്റെ വീഡിയോസ് തന്നെ. പിന്നെ പുറത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ രാത്രി നല്ലൊരു ഭംഗിയുണ്ടാവും. അത് കുറച്ചും കൂടെ ഇരുട്ടായതിനു ശേഷമേ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ബെല്ലൈക്കൺ കൂടെ മറക്കരുത്. ഞാൻ എൻ്റെ വീഡിയോസ് കാണാൻ പറ്റുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.